യെസ്, അപ്പോൾ പ്രധാനമന്ത്രിക്കെതിരായ ആക്ഷേപകരമായ പരാമർശത്തിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് അയച്ചിരിക്കുന്നു. വിഷയത്തിൽ വിശദീകരണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് നോട്ടീസ്. ഖാർഗെയും കോൺഗ്രസും എന്ത് വിശദീകരണം കൊടുക്കും എന്ന് കാത്തിരുന്നു കാണാം. നമ്മൾ വീണ്ടും 140 ബാറ്റിൽസിലേക്ക് തിരികെ പോകുന്നു. ഇനി കുന്നത്തുനാട് മണ്ഡലത്തിലേക്കാണ്. എറണാകുളം ജില്ലയിലെ 13 മണ്ഡലങ്ങളിൽപ്പെട്ട ഒരു മണ്ഡലമാണ് കുന്നത്തുനാട്. കുന്നത്തുനാട് കഴിഞ്ഞ കുറി UDF നഷ്ടപ്പെട്ടു പോയതാണ്. അതിന് മുമ്പ് 2-3 തെരഞ്ഞെടുപ്പുകളിലൊക്കെ അത് UDF കുത്തകയായിരുന്ന VP സജീന്ദ്രൻ തുടർച്ചയായി ജയിച്ചു വന്ന മണ്ഡലത്തിൽ കഴിഞ്ഞ കുറി VP സജീന്ദ്രൻ അടിതെറ്റിയതാണ്. PV ശ്രീനിജൻ അവിടെ ജയിച്ചു കയറിയതാണ്. ഇക്കുറി എന്ത് സംഭവിക്കും എന്ന വിലയിരുത്തലിലേക്ക്, എന്ന ജയസാധ്യതയിലേക്കാണ് നമ്മൾ വരുന്നത്. ആ കുന്നത്തുനാട്ടിൽ ആര് വാഴും ആര് വീടും ഇക്കുറി എന്ന ചിത്രത്തിലേക്ക് വരുമ്പോൾ നോക്കൂ, നടുക്ക് തന്നെ തല ഉയർത്തി നിൽക്കുന്നു VP സജീന്ദ്രൻ UDF സ്ഥാനാർത്ഥി. 46.72% വോട്ടിന്റെ വ്യക്തമായ ലീഡോടെ ഇക്കുറി VP സജീന്ദ്രൻ വീണ്ടും ജയിച്ചു കയറും കുന്നത്തുനാട്ടിൽ എന്ന പ്രവചനത്തിലേക്ക് പോകുന്നു. 40.89% വോട്ട് മാത്രം ഇക്കുറി PV ശ്രീനിജന് നേടാൻ കഴിയുകയുള്ളൂ എന്ന് വെച്ചാൽ 5.82% വ്യക്തമായ വോട്ട് ഡിഫറൻസുമായി ഇക്കുറി VP സജീന്ദ്രൻ വീണ്ടും കുന്നത്തുനാട്ടിൽ നിന്ന് ജയിച്ചു കയറും. അവിടെ 2020 സ്ഥാനാർത്ഥിയായിരുന്നു. 11.50% വോട്ട് മാത്രമേ NDA സ്ഥാനാർത്ഥിക്ക് നേടാൻ കഴിയുകയുള്ളൂ. ഇനി അതിന്റെ കാര്യകാരണങ്ങളിലേക്ക്, എന്തുകൊണ്ട് ഇക്കുറി അവിടെ VP സജീന്ദ്രൻ തിരിച്ചു വരും എന്ന കാര്യകാരണങ്ങളിലേക്ക് വരുന്നു. പോളിംഗ് അവിടെ 84.09%. എറണാകുളം ജില്ലയിലെ ഏറ്റവും ഉയർന്ന പോളിംഗ് രേഖപ്പെടുത്തിയ മണ്ഡലമാണ് കുന്നത്തുനാട്. നോക്കൂ, 2021 അതിലേക്കാൾ കൂടുതൽ പോളിംഗ് അവിടെ രേഖപ്പെടുത്തിയിരുന്നു. അത് 87.52% പോളിംഗ് ആയിരുന്നു. 3% കുറവ് ഇക്കുറിയുണ്ട്. പക്ഷേ SIR വോട്ടർ പട്ടിക അനുസരിച്ച് നടന്ന തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ വോട്ടർമാരുടെ എണ്ണത്തിൽ, വോട്ട് ചെയ്ത ആളുകളുടെ എണ്ണത്തിൽ വലിയൊരു വ്യത്യാസം ഉണ്ടാകാൻ സാധ്യതയില്ല. ശരി, ഇനി UDF അവകാശവാദം 7000 മുതൽ 10000 വരെ വോട്ടുകൾക്ക് UDF ജയിച്ചു കയറുമെന്നുള്ളതാണ് VP സജീന്ദ്രന്റെയും ഒപ്പം UDF അവിടുത്തെ അവകാശവാദം. ഇനി LDF അവകാശവാദത്തിലേക്ക് പോകാം. നോക്കൂ, LDF 1000 മുതൽ 5000 വോട്ടുകൾക്ക് വരെ ജയിക്കും. എന്നുവെച്ചാൽ കഴിഞ്ഞ കുറി ഒരു നാരോ എഡ്ജിനാണ് PV ശ്രീനിജൻ അവിടെ ജയിച്ചു. 2000-ൽ താഴെ മാത്രം 2000-ൽ പരം വോട്ടുകൾക്ക് മാത്രമാണ് LDF അനുകൂലമായ വലിയ തരംഗത്തിൽ ആ സീറ്റ് അട്ടിമറിച്ചുകൊണ്ടാണ് PV ശ്രീനിജൻ കഴിഞ്ഞ കുറി അവിടെ ജയിച്ചു കയറിയത്. ഇക്കുറി LDF അവകാശവാദം 1000-നും 5000-നും അവിടെ ജയിച്ചു കയറാം എന്നുള്ളതാണ്. ഇക്കുറി UDF ജയിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് എന്തെല്ലാം കാര്യങ്ങൾ അനുകൂല ഘടകമാകും. 2020 NDA പ്രവേശനം നോക്കൂ. കുന്നത്തുനാട് മണ്ഡലത്തിലാണ് കിഴക്കമ്പലം അടക്കമുള്ള പഞ്ചായത്തുകളൊക്കെ ഉള്ളത്. എന്ന് വെച്ചാൽ 2020 വലിയ മേധാവിത്വം ഉണ്ടായിരുന്ന 3-4 പഞ്ചായത്തുകളൊക്കെ അടങ്ങിയ മണ്ഡലമാണ്. അതുകൊണ്ട് കഴിഞ്ഞ കുറി 34,000-ലധികം വോട്ട് അവിടെ 2020 പാർട്ടി പിടിച്ചതാണ്. നിർണായക ശക്തിയായി മാറിയതാണ്. അങ്ങനെ കോൺഗ്രസിന്റെ അടക്കം കാലങ്ങളായി കോൺഗ്രസിന് പോയിരുന്ന വോട്ടുകൾ കൂടി 2020 പിടിച്ചപ്പോൾ അവിടെ കഴിഞ്ഞ കുറി LDF ജയിച്ചു കയറാൻ കഴിഞ്ഞത്. ഇക്കുറി 2020 NDAയിൽ പ്രവേശിച്ചിരിക്കുന്നു. അത് അതിന്റെ അണികൾക്ക് അത്ര സഹിച്ചിട്ടില്ല, അല്ലെങ്കിൽ അത്ര ദഹിച്ചിട്ടില്ല. അതുകൊണ്ട് ആ വോട്ടുകൾ ഇക്കുറി 2020 ലഭിക്കില്ല. അത് വീണ്ടും കോൺഗ്രസിലേക്കും UDF തിരിച്ചു പോകുമെന്ന് UDF ക്യാമ്പ് കണക്ക് കൂട്ടുന്നത്. അത് തന്നെയാണ് ഏറ്റവും വലിയ അനുകൂല ഘടകമെന്ന് UDF വിചാരിക്കുന്നു. ഒപ്പം മുസ്ലിം വോട്ടുകളുടെ ഏകീകരണം, മുസ്ലിം വോട്ടുകൾ കഴിഞ്ഞ ഒരു സ്പ്ലിറ്റ് ചെയ്ത് കുറെ അധികം വോട്ടുകൾ PV ശ്രീനിജനും നേടിയിരുന്നു. അതുണ്ടാകില്ല. അത് മുസ്ലിം വോട്ടുകൾ ഇക്കുറി UDF അനുകൂലമായി ഏകീകരിക്കപ്പെടുമെന്ന് കൂടി UDF ക്യാമ്പ് വിലയിരുത്തുന്നു. അങ്ങനെയാണ് ജയസാധ്യത കാണപ്പെടുന്നത്. ന്യൂനപക്ഷ വോട്ടിന്റെ വ്യതിയാനം അവിടെ LDF തിരിച്ചടിയാകും എന്ന വിലയിരുത്തൽ വരുന്നു. ഇതിനെല്ലാം മുകളിൽ ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടാകുമെങ്കിൽ, അതുണ്ടോ ഇല്ലേ എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയില്ല. അതുണ്ടാകുമെങ്കിൽ ഒരു പക്ഷേ ഈ VP സജീന്ദ്രന്റെ ഭൂരിപക്ഷം ഇനിയും കുത്തനെ ഉയരാൻ സാധ്യതയുണ്ട്. ശരി, ഇനി കഴിഞ്ഞ ഒരു തെരഞ്ഞെടുപ്പിന്റെ 2025-ലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF അവിടെ 3 ലോക്കൽ ബോഡികൾ ഉണ്ടായിരുന്നു. 2020-ക്ക് 3, നേരത്തെ 5 പഞ്ചായത്തുകൾ അവർക്കുണ്ടായിരുന്നു. 2 UDF തിരിച്ചുപിടിച്ചതാണ്, LDF 2. അങ്ങനെ അവിടെ ചെറിയൊരു മേൽക്കൈ എന്ന് വെച്ചാൽ 2020-യും UDF-ഉം തമ്മിൽ ബലാബലം നിൽക്കുന്നൊരവസ്ഥ കൂടിയാണ്. പക്ഷേ 2020-ക്ക് കഴിഞ്ഞ തവണകളിലൊക്കെ ലഭിച്ച വോട്ടിക്കുറി നേടാൻ കഴിയില്ല എന്നുള്ള സാഹചര്യം കൂടിയുണ്ട്. സിബി ജോസഫ് കൂടുതൽ വിശദാംശങ്ങൾ ഞങ്ങളെ പ്രതിനിധിപ്പെടുന്നു ചേരുന്നു. സിബി, എറണാകുളത്ത് പ്രവചനാതീതമായി മത്സരം നടക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് കുന്നത്തുനാട്. അപ്പോൾ കുന്നത്തുനാട് മണ്ഡലം ഇക്കുറി LDF നിലനിർത്താൻ കഴിയുമോ? അതല്ല VP സജീന്ദ്രന്റെ മണ്ണും മണ്ഡലവും സജീന്ദ്രൻ തന്നെ തിരിച്ചുപിടിക്കുമോ? സിബി, VP സജീന്ദ്രൻ്റെ മണ്ഡലം ഇപ്പോൾ VP സജീന്ദ്രൻ തന്നെ തിരിച്ചുപിടിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. കാരണം 2021-ലെ കണക്കുകൾ തന്നെ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും കഴിഞ്ഞ തവണ വളരെ വലിയ രീതിയിലൊരു പ്രതികൂല ഘടകം UDF-നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് 2020-യുടെ വരവായിരുന്നു UDF-ന് വലിയ തിരിച്ചടിയായി മാറിയത്. 2020-ലേക്ക് ഒഴുകിയ വോട്ടുകളെല്ലാം തന്നെയും കോൺഗ്രസിൻ്റെ പരമ്പരാഗത വോട്ടുകളും അതുകൂടാതെ മുസ്ലിം, അതോടൊപ്പം തന്നെ ക്രിസ്ത്യൻ യാക്കോബായ വിഭാഗത്തിൻ്റെ വോട്ടുകളുമായിരുന്നു. അത്തരത്തിൽ ന്യൂനപക്ഷ വോട്ടുകൾ ഒന്നാകെ ഈ
ഈ 2020 ഏകീകരിക്കുന്ന ഒരു കാഴ്ചയാണ് കഴിഞ്ഞ 2021 കണ്ടത്. അതിൻ്റെ ഫലം 2020 ലഭിക്കുകയും ചെയ്തു. 2021 ഒരു കണക്കുകൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അന്ന് വെറും 2715 വോട്ടുകൾക്ക് മാത്രമാണ് LDF ആ മണ്ഡലം ലഭിച്ചത്. അതായത് ശക്തമായ ത്രികോണ മത്സരം നടക്കുകയും അവിടെ 2020 42,000 വോട്ടുകൾ 42,701 വോട്ടുകൾ 2020 നേടി. NDA 7,218 വോട്ട് നേടി. അതായത് NDAയുടെയും 2020 കൂടുമ്പോൾ ഏകദേശം 49,000 ശിഷ്ടം വോട്ടുകൾ അന്ന് 2021 നേടി. ആ സമയത്ത് വെറും 2,715 വോട്ടുകൾക്ക് LDFന് അവിടെ ഭൂരിപക്ഷം ലഭിക്കുകയും VP സജീന്ദ്രൻ്റെ സിറ്റിംഗ് സീറ്റ് 10 വർഷത്തിന് ശേഷം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എന്നാൽ ഈ തവണ അത് 2026 മാറുമ്പോൾ സ്ഥിതി രാഷ്ട്രീയ സാഹചര്യം മണ്ഡലത്തിൽ മാറി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ ഒന്നാമതായി 2020 NDAയുടെ ഭാഗമായപ്പോൾ വലിയ പൊട്ടിത്തെറി ആ പാർട്ടിക്കുള്ളിൽ ഉണ്ടാവുകയും ന്യൂനപക്ഷ വോട്ടുകൾ ഒന്നാകെ UDFിലേക്ക് കോൺഗ്രസിന്റെ പരമ്പരാഗത വോട്ടുകൾ ഉൾപ്പെടെ തിരികെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ ആ UDFിലേക്ക് പോയ നഷ്ടപ്പെട്ട വോട്ടുകൾ തിരികെ എത്തി എന്നുള്ളൊരു കണക്കുകൂട്ടൽ UDFിനുണ്ട്. മാത്രമല്ല അവിടെ യാക്കോബായ വിഭാഗത്തിനാണ് ഏറ്റവും സ്വാധീനമുള്ള മണ്ഡലം. ആ യാക്കോബായ വിഭാഗത്തിന്റെ വോട്ടുകളും അത് കഴിഞ്ഞാൽ പിന്നെ വലിയ രീതിയിൽ മുസ്ലിം വിഭാഗത്തിന് വോട്ടുള്ള ഒരു മണ്ഡലമാണ്. പ്രത്യേകിച്ച് പട്ടിമറ്റം ഉൾപ്പെടെയുള്ള ഭാഗങ്ങളൊക്കെ അവിടെ മുസ്ലിം വിഭാഗത്തിന് വലിയ വോട്ടുണ്ട്. ആ വോട്ടുകളെയും ഈ തവണ ഏകീകരിച്ചിരിക്കുന്നത് UDFിലേക്ക്. അപ്പോൾ യാക്കോബായ വിഭാഗം അടക്കം മുസ്ലിം വോട്ടുകളടക്കം ന്യൂനപക്ഷ വോട്ടുകൾ ഇക്കുറി UDFിന് അനുകൂലമായി ഏകീകരിക്കപ്പെടുമെന്ന വിലയിരുത്തലും എന്ന സാധ്യതയും പുറത്തു വരുമ്പോൾ കുന്നത്തുനാട് ഇക്കുറി UDFും സജീന്ദ്രനും തിരിച്ചുപിടിക്കുമെന്ന പ്രവചനത്തിലേക്കാണ് 140 ബാറ്റിൽസ് വരുന്നത്. അപ്പോൾ ഇന്ന് 2 മണ്ഡലങ്ങളാണ് പരിശോധിച്ചിരുന്നത്, ആറന്മുളയും ഒപ്പം കുന്നത്തുനാട്. ഈ 2 മണ്ഡലങ്ങളിലും UDF തിരിച്ചു വരും എന്ന സാധ്യതയും പ്രവചനവുമാണ്. അടുത്ത 140 ബാറ്റിൽസ് പൂർണ്ണമാവുകയാണ്. മറ്റൊരു 2 മണ്ഡലവുമായി നാളെ ഇതേ സമയം വീണ്ടും കാണാം.